കാരണം ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ മഹത്വം അത് വളരെ വലുതാണ്. സ്വർഗത്തിലേക്കുള്ള പ്രവേശനം തടയപ്പെടും, വൈകുമെന്നർത്ഥം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ ശ്രദ്ധിച്ചോ, ഇതേ കൂലി ഞങ്ങൾക്കും വേണ്ട ഉസ്താദെ. സ്ത്രീകൾക്കൊരു ആശങ്ക ഉണ്ടാവും, നിങ്ങൾ അവ്വല് വക്കത്ത് നിസ്കരിച്ചാൽ മതി, ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിക്കണം, അതാ നിങ്ങളുടെ പരിപാടി. ജുമായ്ക്ക് പള്ളി ജുമാ കഴിയട്ടെ, കാക്കങ്ങ് വരട്ടെ, മൂപ്പർക്ക് ബിരിയാണി കൊടുക്കട്ടെ, ചോറെല്ലാം കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നിസ്കരിക്കാം, ആ പരിപാടി വേണ്ട. നിങ്ങളുടെ മേലെ നിർബന്ധം ലുഹറാണ്. വേഗം ലുഹർ 4 റക്അത്ത് നിസ്കരിച്ചോ. പള്ളിയിൽ നിന്ന് ഭർത്താവ് എത്തിയിട്ട് അദ്ദേഹത്തിന് ചോറ് കൊടുത്ത്, വാപ്പാക്ക് ചോറ് കൊടുത്ത്, ഇനി ഒരു കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുസല്ല വിരിക്കുമ്പോഴത്തേക്കും മണി 3:30 സാധാരണ മിക്ക സ്ത്രീകളും ലുഹർ നിസ്കരിക്കുന്നത് അസ്റിന് ബാങ്ക് കൊണ്ട് തൊട്ടു മുമ്പാണ്. അത് ശരിയാവുകയില്ല. നിസ്കാരം അങ്ങനെ മനഃപൂർവ്വം പിന്തിച്ചാൽ തന്നെ ആ നിസ്കാരത്തെ കൊണ്ട് നമുക്ക് അദാബാ. അല്ലാഹു കാക്കുമാറാവട്ടെ. ഞാൻ വെറുതെ പറയുന്നല്ല, ആയത്തോതി പറയാൻ സമയമില്ല. എത്ര ആയത്ത് എത്ര ഹദീസ് വിഷയമായിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നമസ്കാരത്തെ പാഴാക്കുന്നവരെ, അല്ലാഹു സ്വലാ നമസ്കാരത്തെ പാഴാക്കുന്നവരെ, ഐ അഖറുഹാ അൻ ഔഖാതിഹാ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. അദ്ദേഹം അതിന് അർത്ഥം പറയുകയാണ്, നിസ്കാരത്തെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നല്ല അർത്ഥം, മറിച്ച് അതിന്റെ മഅന ഐ അഖറുഹാ അൻ ഔഖാതിഹാ. നമസ്കാരം അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, ഏതൊരു മുസ്ലിമത്തുണ്ടോ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ ശിക്ഷ എന്തെന്നറിയുമോ? ഫസൗഫ യൽഖൂന ഗയ്യാ. നരകത്തിന്റെ ഒരു ചെരുവാണ് അല്ലാഹു അവർക്ക് സമ്മാനിക്കുക. ആർക്കാണ് ചെറുപ്പക്കാരാ, ആർക്കാണ് ചുള്ളിമാനൂരിലുള്ള ഉമ്മ? നിസ്കാരത്തെ പിന്തിക്കുന്നവർക്കുള്ള ശിക്ഷയാണ്. നിസ്കരിക്കാത്തവനല്ല ഈ പറയുന്നത്, അവന്റെ കാര്യം തന്നെ ചർച്ചയില്ല. പിന്നെ ആരുടെ ഈ പറയുന്നത്? നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരത്തെ എപ്പോഴും പിന്തിക്കുക. ചില കച്ചവടക്കാരുണ്ട്, രാവിലെ സുബൈക്ക് പള്ളി വരും, പിന്നെ ളുഹർ അസ്ർ മഗ്രിബ് ഇശായും കൂടി ഒറ്റയടിയാ ജമ്മാക്കിയിട്ട് ഇശായിക്ക് തന്നെ പള്ളി തന്നെ വരും. എന്നിട്ട് എന്ത് ചെയ്യും? ളുഹർ അസ്ർ മഗ്രിബ് ഇശാ എല്ലാം ഫാനൊക്കെ ഇട്ട് റാഹത്തായിട്ട് വീർത്ത് വിളിച്ച് സെറ്റായിട്ട് പിന്നെ കുറെ ദിക്റൊക്കെ ചൊല്ലി ഭയങ്കര ഔറാദൊക്കെ എടുത്തിട്ട് ഒരു പോക്ക. ഒരു ഗുണവുമില്ല, കാലെ പിടിച്ച ഒരൊറ്റ ഏറാണ്. അല്ലാഹു ആക്കട്ടെ. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നവൻ എങ്ങോട്ട് പോകും? ഗയ്യിലേക്ക് പോകും. എന്താ ഗയ്യ്? വാദിൻ ഫീ ജഹന്നം യഖഉ ഫീഹാ. തഫ്സീർ ജലാലൈനി അടക്കം ഞാൻ ഈ പറഞ്ഞ വാക്യം കാണാം. നരകത്തിലെ ഒരു ചെരുവിനാണ് എന്ത് പറയുന്നത്? ഗയ്യ്. നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയും. ആരെ? നിസ്കാരത്തെ പിന്തിക്കുന്നവൻ. അല്ലാഹു കാക്കുമാറാവട്ടെ. സ്ത്രീകളൊക്കെ മനസ്സിലായിക്കോ, ളുഹർ അസ്റിലേക്ക് ബന്ധിക്കുക, ബാങ്ക് വിളിക്കുന്നതിന് ഒട്ടും പോലെ ബന്ധിക്കും, മഗ്രിബ് ഇശായിലേക്ക് ബന്ധിക്കും, ഇശായിനെ സുബൈ വരെ ബന്ധിക്കും. പിന്നെ സമയമുണ്ടല്ലോ എന്ന് പറയാം. കുറച്ചുകൂടെ പോട്ടെ, വണ്ടി വിട്ടോ, വണ്ടി യാത്രയുടെ യാത്രയാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ പറഞ്ഞതിന്റെ അർത്ഥം നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കലാണ്. അല്ലാ യുസല്ലിയൽ ളുഹറ ഹത്താ യഅതിയൽ അസ്റ വഅല്ലാ യുസല്ലിയൽ അസ്റ ഹത്താ യഅതിയൽ മഗ്രിബ വഅല്ലാ യുസല്ലിയൽ മഗ്രിബ ഹത്താ യഅതിയൽ ഇശാ വഅല്ലാ യുസല്ലിയൽ ഇശാ ഹത്താ യഅതിയ സുബ്ഹ وألا يصلي الصبح حتى يطلع الفجر. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതി കറഞ്ഞതിൻ്റെതായ വിവക്ഷ മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഹുവ സയ്യിദു താബീൻ, താബീങ്ങളുടെ നേതാവാണ്. അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, നിസ്കാരത്തെ പിന്തിക്കലാണ് ഈ പറയുന്നത്. ളുഹറിനെ അസ്റത്താതെ നിസ്കരിക്കലില്ല, അസ്റിനെ മഗ്രിബ് ആവാതെ മുസല്ല വിരിക്കാറില്ല, മഗ്രിബിനെ ഇശാ ബാങ്ക് വിളിക്കുന്നവരെ പിന്തിക്കുകയാണ്.
ഇശാഇനെ സുബഹി വരെ പിന്തിക്കുകയാണ്. സുബഹിയോ ഉദയത്തിന്റെ സമയം വരെ പിന്തിച്ചുകൊണ്ടുള്ള നിസ്കാരമാണ് ഇവർക്ക് അല്ലാഹു നൽകുന്നത്. ഗയ്യാണ്, നരകത്തിന്റെ ഒരു ഭാഗമാണെന്ന് മഹാനായ സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ലാസ്റ്റ് പറയുന്ന ഒരു വാക്കുണ്ട്, മൻ മാത വഹുവ മുസ്റുൻ അലാ ഹാദിഹിൽ ഹാല. ആരെങ്കിലും ഈ രീതിയിൽ മരിച്ചാൽ, ളുഹർ അസറിലേക്ക് ബന്ധിച്ച്, അസർ മഗ്രിബിലേക്ക് നിസ്കരിച്ച്, മഗ്രിബ് ഇശായിലേക്ക് ബന്ധിച്ച്, ഇങ്ങനെ ഒരു തർത്തീബിലാണ് പോകുന്നത് എങ്കിൽ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ത്? നരകത്തിന്റെ ചെരിവ് എന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ നിസ്കരിക്കാത്തവന്റെ കാര്യമല്ല ഈ പറയുന്നത്, അത് ചർച്ചയില്ല. നിസ്കരിക്കാത്തവന്റെ പേര് നരകത്തിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവുമെന്ന ഹദീസാണ് ഇതൊക്കെ, ഞാൻ വെറുതെ പറഞ്ഞല്ല. قال رسول الله صلى الله عليه وسلم, നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തറക സ്വലാത്ത മുതഅമ്മിദാ, ആരെങ്കിലും മനഃപൂർവ്വം നമസ്കാരത്തെ ഉപേക്ഷിച്ചാൽ അവന്റെ പേര് നരകത്തിൻ്റെതാകുന്ന മുന്നിൽ തന്നെ അല്ലാഹു രേഖപ്പെടുത്തുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. ഏത് നരകത്തിലേക്കാണ് നിന്നെ ഇടുന്നത്? സഖർ, അവന്റെ വാതുക്ക തന്നെ നിന്റെ പേരുണ്ടാവും, വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുക. ഇനി ആരും കത്തൊന്നും ഇടാൻ ചോദിക്കൊന്നും വേണ്ട, ഏത് പോസ്റ്റ്മാനും വന്ന് നോക്കാം. ആ രീതിക്ക് നരകത്തിന്റെ ഫ്രണ്ടിൽ നിന്റെ പേരുണ്ടാകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിസ്കാരം കറക്റ്റ് ആയിക്കോ. മാസലക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. സ്വർഗാവകാശികൾ നരകാവകാശികളെ കാണുമ്പോ ആളുകളെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഹാജിയാരെ നിങ്ങൾ ഈ നരകത്തിൽ കിടക്കുന്നത്? നിങ്ങൾ ചുള്ളിമാനൂരിൽ അറിയപ്പെട്ടതാകുന്ന ധനികനല്ലേ, ഉന്നത കുലത്തിലുള്ളവരല്ലേ, ഉന്നതമാകുന്ന തറവാട്ടിൽ വിരാജിച്ചവരല്ലേ, നാട്ടിൽ അറിയപ്പെടുന്നതാകുന്ന വ്യക്തിത്വമല്ലേ, നിങ്ങൾ എങ്ങനെയാണ് ഈ സഖർ എന്ന നരകത്തിൽ പ്രവേശിച്ചത് എന്ന് നരകത്തിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കുമ്പോ അവർ വിളിച്ചു പറയുന്ന രംഗം അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ലം നകു മിനൽ മുസല്ലീൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. നിസ്കാരം ഞങ്ങൾ 5 വഖത്ത് കൃത്യമായി ശ്രദ്ധിച്ചിരുന്നില്ല, അതിനെ ഗൗനിച്ചിരുന്നില്ല. കല്യാണത്തിന്റെ പേര് പറഞ്ഞ് സൊറ പറഞ്ഞുകൊണ്ടും ഓരോ യാത്രകളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും നിസ്കാരങ്ങളെ ഞങ്ങൾ ലാക്കാക്കിയിരുന്നവരാണ്, അതിനെ തമാശയായി കണ്ടിരുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിൽ കിടക്കാൻ കാരണമെന്ന് ആ നരകാവകാശികൾ വിളിച്ചു പറയുമെന്നും വിശുദ്ധമായ ഖുർആൻ. വലം നകുനു തുഇമുൽ മിസ്കീൻ, പാവപ്പെട്ടതാകുന്ന ആളുകളെ റമദാനിലോ അല്ലാത്തപ്പോഴോ ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. നോമ്പുകാര് നോമ്പ് തുറപ്പിച്ചില്ല. പാവപ്പെട്ടവനെ കണ്ണീരൊപ്പാൻ ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഞങ്ങൾ തയ്യാറായില്ല. വകുന്നാ നഖൂമു മഅൽ ഖായിദീൻ, ഞങ്ങൾ ഈ ദുനിയാവിൽ അടിച്ചുപൊളിയുടെ വാഹകരോടൊപ്പം കൂടി ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് ഭൗതിക ലോകത്തിന്റെ മേച്ചിൽ പുറങ്ങൾ തേടിക്കൊണ്ട് യാത്ര തിരിച്ചവരാണ്. വലിയ വീട് വെക്കുന്ന തിരക്കിലായിരുന്നു, വലിയ വാഹനം വാങ്ങുന്ന തിരക്കിലായിരുന്നു, വലിയതാകുന്ന ബൈക്ക് വാങ്ങി ആത്യാഡംബര ജീവിതം നയിക്കുന്നവരായിരുന്നു. മണിക്കൂറുകൾ ഇടവിട്ടുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് മാറ്റിയിരുന്നു, ഞങ്ങളുടെ ഷൂസുകൾ കാറ്റിയിരുന്നു. ഞങ്ങൾ മനോഹരമാകുന്ന ഭക്ഷണം കഴിച്ച് അല്ലാഹനെ മറന്നുകൊണ്ട് നിസ്കരിക്കാതെ മുന്നോട്ട് പോയവരാണ്. പാവപ്പെട്ടവനെ കണ്ണീരപ്പാതെ, നിരാലംബർക്ക് അവലംബമാകാതെ, നിരാശർക്ക് ആശ്രയത്വമാകാതെ ഞങ്ങൾ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് മുന്നേറി. ഹത്താ അതാനൽ യഖീൻ, ഈ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കരാള ഹസ്തങ്ങളിൽ ഞങ്ങളിതാ പിടിമുറുക്കിയത്. ഞങ്ങൾ റൂഹിനെ കൊണ്ടുപോയാണ്. വലയു അഖിറല്ലാഹു നഫ്സാ, ഈ
ഇദാ ജാഅ അജലുഹാ റൂഹ് പിരിയുന്ന സമയമെത്തിയാൽ ഒരു സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കുകയില്ല, ഒരു സെക്കൻഡ് പോലും അല്ലാഹു മുന്തിക്കുകയേ ഇല്ല. ലാ യസ്തഖിറൂന സഅതാ വലാ യസ്തഖ്ദിമൂൻ. റൂഹ് പിരിയുന്ന സമയമെത്തിയാൽ ഒരു സെക്കൻഡ് പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല. ഞങ്ങളുടെ ആത്മാവിനെ വേർപെടുത്തി ഇതാ ഞങ്ങളെ ഇതാ മഹ്ശറിലേക്ക് കൊണ്ടെത്തിച്ചു. ഞങ്ങൾക്ക് നരകം നിർബന്ധമായി വിധിച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ദുനിയാവിൽ നമസ്കരിക്കുന്നവരായിരുന്നില്ല. കള്ളു കുടിച്ചുകൊണ്ട്, വ്യഭിചരിച്ചുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, സീരിയല് ദർശിച്ചുകൊണ്ട്, റീൽസ് കളിച്ചുകൊണ്ട് മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവരാണ്, കാതുകളെ കൊണ്ടുപോയവരാണ്, കൈകൾ കൊണ്ട് ഹറാമായതിലേക്ക് പിടിച്ചവരാണ്, കാലുകൾ കൊണ്ട് ഹറാമായതിലേക്ക് നടന്നവരാ. അള്ളാന്റെ പള്ളിയെ പരിഗണിച്ചില്ല, ദീനിനെ സഹായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ ഈ സഖർ എന്ന നരകത്തിൽ കാണുന്നത് എന്ന് നരകാവകാശികൾ സ്വർഗാവകാശികളോട് പറയുമെന്നും വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഒന്നാമതായി നിസ്കാരം ഗൗനിച്ചോ, നിസ്കാരം നല്ലതുപോലെ ശ്രദ്ധിച്ചോ, എങ്കിൽ രക്ഷപ്പെടും. തഹജ്ജുദൊക്കെ പതിവാക്ക്. കഴിഞ്ഞ റമദാനിൽ തുടങ്ങി വെച്ചത് ആചാര്യ ഏതാ ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതാ ഉള്ളത്? ഇടയത്താഴം കഴിക്കാൻ എഴുന്നേക്കുന്നു, അതില്ല, കാരണം നോമ്പില്ലല്ലോ. ഫുഡ് വേണമെങ്കിൽ 2 ഓംലേറ്റ് പൊരിച്ചു തരുമെങ്കിൽ രാവിലെ എഴുന്നേക്കും, എല്ലാം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും, അത്രയേ ഉള്ളൂ. അതില്ലാത്തതുകൊണ്ട് തഹജ്ജുദും ഇല്ല. ഉണ്ടോ? തഹജ്ജുദ് പതിവാക്കുന്നവർ എത്ര പേരുണ്ട്? പതിവാക്കുന്നവർ മുടക്കാതെ കയർത്തണ്ട. കയർത്താൻ പറഞ്ഞാൽ പിന്നെ ഉള്ളതും കൂടി പോകും. അല്ലാഹുമ്മ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. തഹജ്ജുദ് പോയി. പിന്നെന്താ ഉള്ളത്? തഹജ്ജുദിന്റെ സമയത്ത് ഇരുന്നിട്ട് ഒരു 100 ഇസ്തിഗ്ഫാറുണ്ട്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അതില്ല, അത് നഷ്ടപ്പെട്ടു പോയി. സലാത്തുണ്ടോ? അത് നഷ്ടപ്പെട്ടു പോയി. ഖുർആനോത്തുണ്ടോ? ഇന്ന ഖുർആനുൽ ഫജ്രി കാന മശ്ഹൂദ. പ്രഭാത സമയത്തുള്ള ഖുർആൻ പാരായണം അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷിപത്രമാണ്. എത്ര പേര് ഓതുന്നുണ്ട്? ഖുർആനോത്തില്ല. സുബഹി തന്നെ ഇല്ല, കടന്നുറക്കാണ്. 3 മണി വരെ ഓൺലൈനിലുണ്ട് ഹാജിയാര്, പിന്നെ ഒരൊറ്റ ഉറക്കം. 8 മണിക്ക് എഴുന്നേക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കഴിഞ്ഞ റമദാനിൽ തുടങ്ങി വെച്ച എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുണ്ട് ഉസ്താദെ. എന്താ? സുബൈക്ക് ശേഷം ഞങ്ങളെല്ലാവരും ജമാഅത്തായിട്ട് ഉറങ്ങും. വാപ്പായും ഉമ്മായും മക്കളും കുടുംബമൊക്കെ റാഹത്തായിട്ട് നല്ല പുതപ്പെട്ട് കിടന്ന് ഉറങ്ങാണ്. ഇതുവരെ മുടങ്ങിയിട്ടില്ല. അത് ഈ വർഷവും നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ആശയത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അള്ളാഹു മുളക്കാക്കട്ടെ. അതൊഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ ഒഴിവാക്കി. വിത്തറില്ല, തറാവീഹ് പരിശുദ്ധമായ ഖുർആനോത്തില്ല, വിത്തറില്ല. 3 റക്അത്ത് വിത്തർ നിസ്കരിച്ചിരുന്ന റമദാനിൽ അത് ഒഴിവാക്കി. ദുഹാ നിസ്കാരം ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. എല്ലാം ഒഴിവാക്കി കഴിഞ്ഞു. ഫർളുകൾക്ക് മുമ്പ് ശേഷമുള്ള റവാത്തിബൊക്കെ വളരെ ശ്രദ്ധിച്ച് നിസ്കരിച്ചിരുന്ന സഹോദരിമാരുണ്ട്, അത് ഒഴിവാക്കി. ഖുർആനോതിലുണ്ട്, അത് ഒഴിവാക്കി. എല്ലാ നന്മയും കളഞ്ഞു. ഈ രീതിയുമായിട്ട് റമദാനിലേക്ക് കടന്നാൽ രക്ഷപ്പെടൂല. നമ്മൾ ഇപ്പോഴേ തുടങ്ങണം. തഹജ്ജുദൊക്കെ പതിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. നിങ്ങൾ രാത്രിയിലുള്ള നമസ്കാരത്തെ ശ്രദ്ധിക്കണേ. ജനങ്ങൾ മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ നിർനിദ്രനായി പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള നിസ്കാരം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വിചാരണയില്ലാതെ മഹ്ശറിൽ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗമാണ് രാത്രിയിൽ തഹജ്ജുദ് പതിവാക്കുന്നവർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അർദ്ധരാത്രിക്ക് ശേഷം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ഒന്ന് ഉറങ്ങിയൊന്ന് എഴുന്നേക്കുക. വലിയ ഉറക്കമൊന്നും വേണമെന്നില്ല, ചെറിയ രീതിക്കുള്ള ഉറക്കമായാലും മതി. ഒന്ന് ഉറങ്ങിയിട്ടൊന്ന് എഴുന്നേറ്റ് അർദ്ധരാത്രിക്ക് ശേഷം നിസ്കരിക്കാൻ സാധിച്ച ഭയങ്കര റാഹത്താണ്. ഒന്നും വേണ്ട. ഇപ്പൊ സുബൈ വൈകിട്ടാണ്, ഒരു 5 മണിക്ക് എഴുന്നേക്കുന്നവന് വരെ ഇപ്പൊ സുബൈ കിട്ടും, റാഹത്തായിട്ട് കിട്ടും, തഹജ്ജുദും കിട്ടും. 2 റക്അത്ത് നിസ്കരിക്കാൻ സുഖമായി പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊന്ന് ശ്രദ്ധിച്ചു പോ. 2 റക്അത്ത് നിസ്കരിക്ക്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറും, എല്ലാ വിഷമങ്ങളും മാറും, എല്ലാ ഖൈർ ബറക്കാത്തുകളും കിട്ടും. ജോലിയില്ല ഉസ്താദേ, ബിസിനസ് ഇല്ല, റാഹത്തില്ല, നല്ലൊരു വീടില്ല, നല്ലൊരു വാഹനമില്ല, മക്കളൊക്കെ പഠിച്ചിട്ടുണ്ട്, നല്ല ഉയർന്നതാകുന്ന വിദ്യാഭ്യാസമുണ്ട്, ആ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന ജോലിയില്ല എന്നൊക്കെ പറയുന്നവരെ 2 റക്അത്ത് തഹജ്ജുദ് പതിവാക്കി നോക്കിയ ഉന്നത സ്ഥാനത്തേക്ക് അല്ലാഹു എത്തിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പറഞ്ഞതല്ലേ, ومن الليل
فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. രാത്രിയിൽ നിന്ന് കുറഞ്ഞ സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് തഹജ്ജുദ് പതിവാക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ സ്തുതിക്കപ്പെടുന്ന സ്ഥാനത്തിന് അവർ അർഹരാകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിൽ കൃത്യമായി നമസ്കരിച്ചിരുന്നവരല്ലേ. ഒരൊറ്റ രാത്രി പോലും നബി തങ്ങൾക്ക് തഹജ്ജുദ് മുടങ്ങിയിരുന്നില്ല. മരണം വരെ റസൂലുള്ളാഹി പതിവാക്കിയിരുന്ന അമലാണ് രാത്രിയുള്ള നമസ്കാരമെന്ന് അറിയണേ. ആഖിറത്തിൽ നബി തങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനമാനം ചെറുതല്ല, ചെറുതല്ല. ഈ ദുനിയാവിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ സഹോദര, ചുള്ളിമാനൂരുള്ള സഹോദര സഹോദരി, നിന്റെ ജീവിത വിജയത്തിന് നിദാനമായി അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. സ്തുതിക്കപ്പെടുന്ന സ്ഥാനം വേണോ, രാത്രിയുള്ള നമസ്കാരത്തെ ഗൗനിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ونفخ في الصور فإذا هم من الأجداث إلى ربهم يصلون. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ, സൂറന്ന കാഹളത്തിലൂടെ ഒട്ടട്ടഹാസം കടന്നു വരുമ്പോ, ഖബർ പിളർന്നുകൊണ്ട് ആളുകൾ പരസ്പരം ചോദിക്കുകയാണ്, മംബഅസനാ മിൻ മർഖദിനാ, ഈ നല്ല ഉറക്കിൽ നിന്ന് ഞങ്ങൾ ആരാണ് വിളിച്ചുണർത്തിയത്? നല്ല ഗാഢനിദ്രയിലായിരുന്നല്ലോ, ഞങ്ങളെ വിളിച്ചുണർത്തിയത് ആരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹു മലക്കുകൾ മുഖേന മറുപടി നൽകുകയാണ്, ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ അമ്പിയാക്കളും ലോകത്ത് കടന്നു വന്നുകൊണ്ട് പ്രബോധനം നടത്തുന്ന സമയത്ത് അവരെല്ലാവരും വിളിച്ചോതിയ ദിനമാണ് ഈ പരിശുദ്ധമായ സുദിനം. ഇത് മഹ്ശറയാണ്, മഹ്ശറയാണ്. നന്മ തിന്മകൾ ദുനിയാവിൽ ചെയ്തവരെ അതിനെല്ലാം പ്രതിഫലം നൽകുന്ന ദിവസമാണ്. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ പടച്ചറപ്പിന്റെ തിരുസവിധത്തിലേക്ക് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണിത്. അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ദിനമാണ്, ദിനമാണ്. ജനങ്ങൾ മുഴുവനും പടച്ചറപ്പിലേക്ക് ഓടിക്കൂടുകയാണ്. അമ്പിയാക്കൾ വരുകയാണ്. എല്ലാ അമ്പിയാക്കളും അതത് സമുദായത്തെയും വഹിച്ചുകൊണ്ട് അള്ളാന്റെ തിരുഹലറത്തിലേക്ക് എത്തുകയാ. 1,24,000 അമ്പിയാ മുർസലീങ്ങൾ ഇതാ പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് എത്തുകയാണ്. സർവ്വ മലായിക്കത്തുകളും കടന്നു വരുകയാണ്. യൗമ യഖൂമു റൂഹു വൽ മലായികതു സഫാ لا يتكلمون إلا من أذن له الرحمن وقال صوابا. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹുവിന്റെ തിരുഹലറത്തിലേക്ക് എല്ലാവരും കടന്നു വരുകയാണ്. ലോകത്തുള്ള സർവ്വ മലായിക്കത്തുകളും റബ്ബിന്റെ
റബ്ബിന്റെ മുന്നിൽ വന്നുകൊണ്ട് സഫ് സഫായി അണിനിരക്കുന്ന ദിനമത്രേ. ഈ ലോകത്തുള്ളതാകുന്ന വിശ്വാസികളും അവിശ്വാസികളും നിരീശ്വരവാദികളും യുക്തിവാദികളും ലിബറലിസത്തിന്റെ വക്താക്കളും കഴിഞ്ഞുപോയ ജനതയും വരാനിരിക്കുന്ന ജനകോടികളും എല്ലാവരും അള്ളാന്റെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അള്ളാന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, നബിയേ തറാ കുല്ല ഉമ്മത്തിൻ ജാഫിയാ, മുട്ടിൽ കെട്ടി വിറങ്ങലിച്ചുകൊണ്ടാണ് തങ്ങൾ കാണാൻ സാധിക്കും എല്ലാവരും അള്ളാന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ഇതാ വിളിയാളം കേൾക്കുകയാണ്. നാദാ മുനാദിൻ, മലക്ക് മുഖേന അള്ളാഹു വിളിക്കുകയാണ്. ഐനല്ലദീന കാനൂ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. അള്ളാഹുവിന്റെ കൂലിയെ പ്രതീക്ഷിച്ചുകൊണ്ടും റബ്ബ് ശിക്ഷ നൽകുമെന്നുള്ള ഭയത്തോടുകൂടിയും രാത്രിയിലുള്ളതാകെ നമസ്കാരത്തെ ഗൗനിച്ചുകൊണ്ട് ലോകം മുഴുവനും ഉറങ്ങുമ്പോ ഉറക്കമൊഴിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിസ്കരിച്ചതായ മുസ്ലിമുണ്ടോ? ചുള്ളിമാനൂരുള്ള ഉമ്മയുണ്ടോ? വാപ്പയുണ്ടോ? ചെറുപ്പക്കാരനുണ്ടോ? തഹജ്ജുദ് പതിവാക്കിയവരെ കടന്നു വരുക. കോടാനു 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 കോടി ജനങ്ങൾ മഹ്ശറിൽ ഒരുമിച്ച് നിൽക്കുന്നതായ ഘട്ടത്തിൽ ചില കൈകൾ ഇതാ ഉയരുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്കിടയിൽ അവരെ ഒന്ന് മാറ്റി നിർത്താൻ പറയുകയാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രത്യേകം അവരെ സെപ്പറേറ്റ് ആയി അല്ലാഹു വേർതിരിച്ചു നിർത്തുമേ. എന്നിട്ട് അല്ലാഹു മലക്കുകൾ മുഖേന അവരോട് പറയുകയാ, ഉദുഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. ഈ മഹ്ശറയിൽ കത്തിച്ചരിക്കുന്ന സൂര്യനെ തലക്ക് മീതെ നിർത്തി കത്തിയാളിൽ നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഈ വലിയതാകുന്ന മഹ്ശറയുടെ പ്രയാസത്തിൽ നിന്ന് നിങ്ങൾ നിൽക്കേണ്ടതില്ല കേട്ടോ. ഉദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടായി പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ പടച്ച റബ്ബിന്റെ മഹ്ശറയിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ഹിസാബിൽ നിൽക്കുമ്പോ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്ന വിഭാഗമാണ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് രാത്രിയിൽ തഹജ്ജുദ് പതിവാക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ചുള്ളിമാനൂരുള്ള എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും സ്നേഹത്തോടുകൂടി കുമ്മന മുസാദിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, നമസ്കാര ചിട്ടവെക്കണേ, പ്രത്യേകിച്ച് ഫർളുകൾ ശ്രദ്ധിക്കണേ. അതിന്റെ റവാത്തിബ് സുന്നത്തുകളാകുന്നതായ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബുകളെ ഗൗനിക്കണേ. രാത്രിയിലുള്ള തഹജ്ജുദ് ഒന്ന് ശ്രദ്ധിക്കണേ. സല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. ജനങ്ങൾ മുഴുവനും ഉറക്കിലായിരിക്കുമ്പോ ഉറക്കമൊഴിച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ തയ്യാറായോ? സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുമെന്നും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓൺലൈനിൽ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ കഴിയുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് സംഭാവന നൽകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ന് കൊടുത്തിട്ടുള്ള നമ്പറിൽ ഇന്നത്തെ ഈ പള്ളിയിലേക്കാണ് കൊടുക്കേണ്ടത്. കാരണം നാളെ വേറെ സ്ഥലത്തുണ്ടാവും, അപ്പൊ അവിടെ വേറെ നമ്പരാവും. നാളത്തെ നമ്പറിലേക്ക് മാറിപ്പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കാം. ഓൺലൈനുള്ളതാകെ നമ്മുടെ സഹോദര സഹോദരിമാരൊക്കെ ഇന്ന് കാര്യമായി ഇൻഷാ അല്ലാഹ് സഹകരിക്കുക. അവനെ അതൊന്ന് കാണിച്ചോളൂ, പള്ളിയൊന്ന് കാണട്ടെ. ഓൺലൈനിലുള്ളവർ ലൈവ് ഒന്നും കൊണ്ടൊന്ന് തിരിച്ച് പള്ളിയൊക്കെ ഒന്ന് കാണട്ടെ, റാഹത്തായിട്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. 1.25 കോടി രൂപ ചെലവ് മുടക്കിയിട്ട് മാഷാ അല്ലാഹ് വലിയൊരു പള്ളി ചുള്ളിമാനൂർ ടൗണിൽ മാഷാ അല്ലാഹ് റാഹത്തായിട്ട് പണിതിരിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കട്ടെ. അതിനെ സഹായിച്ചവരെ സഹകരിച്ചവരൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും അള്ളാഹു കബൂലാക്കട്ടെ. ഞെട്ടുന്നില്ല, ചുരുക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിസ്കാരം നല്ലതുപോലെ ശ്രദ്ധിച്ചോ. നിസ്കാരമാണ് ഏറ്റവും മർമ്മപ്രധാനം, അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. അപ്പൊ റജബിൽ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരം, അവിടെ മുതലാ തുടങ്ങേണ്ടത്. റജബിൽ ആദ്യം തുടങ്ങേണ്ടതാ നിസ്കാരമാണ്. ഇപ്പൊ റജബ് കഴിഞ്ഞ് ശഅബാൻ കഴിഞ്ഞ് റമളാനിലേക്ക് കാലെടുക്കാൻ പോവാൻ.
ശഅബാനിലോ ഹൃദയം നന്നാക്കണം. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബഹു ശഫീഉനാ റസൂലുള്ളാഹി. ഹൃദയം നന്നാക്കിയിട്ടേ ഒരടിമയുടെ ഈമാൻ നേരെയാവും. ഹബീബ് മുഹമ്മദ് മുസ്തഫ ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബഹു. നമ്മുടെ കൽബ് ശുദ്ധിയാകണമെങ്കിൽ, കൽബ് നന്നായെങ്കിൽ മാത്രമേ എന്ത് ശരിയാവുള്ളൂ? ഈമാൻ റെഡിയാവുള്ളൂ. കൽബ് ശരിയാവണം. അല്ലാതെ റമദാനൊന്നും പുൽകിട്ടുന്ന ഒരു കാര്യമില്ല. റമദാൻ മുന്നിലെത്തി, നാളെ പിറ കണ്ടാൽ മറ്റന്നാൾ ഒന്നാണ്. ഒരാളോടും വെറുപ്പുണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ഹൃദയം നമുക്കുണ്ടോ? ഒരാളോടും വിദ്വേഷമുണ്ടാകാൻ പാടില്ല, പക വരില്ല, അസൂയ പാടില്ല, ഒരാളോടും ദേഷ്യമില്ല, ശത്രുതയില്ല. അങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് വരണം. അപ്പോഴാണ് കൽബ് ശരിയാവുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇന്ന ഫിൽ ജസദി മുളഗത, തീർച്ചയായും ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു. ആ മാംസപിണ്ഡം ശരിയായാൽ ശരീരത്തെ എല്ലാ അവയവങ്ങളും നന്നാവുകയാണ്. അതെങ്ങാണം മോശമായാൽ ശരീരത്തിലെ സർവ്വ അവയവവും നാശമാണ്. അലാ, അറിയണേ അറിയണേ സഹോദരാ സഹോദരി, വഹിയൽ ഖൽബു. ഞാൻ ഈ പറഞ്ഞതാകുന്ന മാംസപിണ്ഡം അത് ഏതെന്നറിയുമോ? അത് ഹൃദയമാണ്. ഹൃദയമാണ്. അത് നന്നായാൽ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും നന്നാകുമേ. അതെങ്ങാണം മോശമായാൽ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും കേടാകുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ഹൃദയം നന്നാവാതെ ഒരിക്കലും കടക്കൂല. റമദാനിലേക്ക് കടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടാണല്ലോ റമദാനിൽ ലൈലത്തുൽ ഖദ്ർ കിട്ടാത്ത വിഭാഗത്തെ ഉലമാക്കൾ എണ്ണിയിട്ടുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് മോമിനായ ഒരു മനുഷ്യനോട് പണക്കം വെച്ചവന് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവില്ല. അല്ലാഹു നമ്മളക്കാക്കട്ടെ. പണക്കം വെക്കുക, എന്നിട്ട് പിന്നെ റമദാന് ഭയങ്കര കാര്യമായിട്ട് നോമ്പ് തുറന്നെടുത്താണ്, ഭയങ്കര കാര്യമായിട്ട് നോമ്പ് പിടിക്കുക, പള്ളിക്കകത്ത് ഇത്തിക്കാഫിരിക്കുകയാണ്, തൗബാക്കൂടത്തിനകത്ത് കൈയിട്ടിരിക്കുക, ഒരു ഗുണവും ഉണ്ടാവില്ല. അല്ലാഹു നമ്മളക്കാക്കട്ടെ. ആരുമായി പിണക്കമുണ്ടാകാൻ പാടില്ല. സഹോദരങ്ങൾക്കിടയിൽ, സഹോദരിമാർക്കിടയിൽ എല്ലാവരോടും സ്നേഹം, ആരോടും വിദ്വേഷമില്ല, വെറുപ്പില്ല, വൈര്യമില്ല. അങ്ങനത്തെ ഒരു ഹൃദയത്തോടു കൂടി പരിശുദ്ധമായ റമദാനിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ രക്ഷപ്പെടുകയുള്ളൂ. ബറാഅത്തിന്റെ രാവ് ശ്രേഷ്ഠമായ രാവാണ്. 15 രാവുകൾ വർഷത്തിലുണ്ട്. ദുആഇന് ഇജാബത്താണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എണ്ണി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എണ്ണി 5 രാത്രികൾ ദുആഇന് ഇജാബത്താണ് വർഷത്തിൽ. അതിൽ പെട്ടതാ ബറാഅത്ത് രാവ്. കഴിഞ്ഞുപോയി. അതിനും പറഞ്ഞു, ആ രാത്രിയിൽ പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാവം പുറത്തരൂല. എല്ലാ കരുണയുള്ള ശ്രേഷ്ഠതയുള്ള രാത്രിയിലും അതിന്റെ മർമ്മപ്രധാനമായ ഭാഗമാണ്. മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്നവൻ, കള്ളു കുടിച്ചുകൊണ്ട് മിനിങ്ങി നടക്കുന്നവൻ, ഇവനൊന്നും ഒരിക്കലും എന്ത് ചെയ്യൂല, പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവൻ, ഇവർക്കൊന്നും ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രി കൊണ്ട് ഗുണം ചെയ്യൂല. അതൊക്കെ ഒഴിവാകണം. അതുകൊണ്ട് റമദാൻ ഉപയോഗപ്പെടണോ? റമദാനിന് മുമ്പ് നല്ല തൗബ ചെയ്തിട്ട് റമദാനെ സ്വീകരിച്ചോ. തൗബ ചെയ്യുമ്പോൾ അതിന് നിബന്ധനയിൽപ്പെട്ടതാണല്ലോ ജനങ്ങളുമായിട്ടുള്ള ഹക്കടപാടുകൾ. അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ട് പൊരുത്തപ്പെടിക്കുക, സാമ്പത്തികമാണെങ്കിൽ കൊടുത്തു വീട്ടുക. ഇനി അതിൽ എന്തെങ്കിലും ഇളവ് വേണമെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കുക. അള്ളാഹുമായിട്ടുള്ള ഇടപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബിനോട്, പടച്ച റബ്ബിനോട് പാവമോചനത്തിന് അർത്ഥിക്കുക. അള്ളാഹു കണ്ണുകൾ കൊണ്ട് ഹറാമ് കണ്ടുപോയി, കൈകൾ കൊണ്ട് ഹറാമ് പിടിച്ചുപോയി, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നുപോയി, എന്റെ ഹൃദയം കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു പോയി, എന്റെ വിരലുകൾ കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ മൊബൈലിൽ ടൈപ്പ് ചെയ്തു പോയി. റമദാൻ വരികയാണ്, നീ എനിക്ക് പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹുവിനൊക്കെ പൊറുക്കലിനെ തേടുക, ഇസ്തിഗ്ഫാർ തേടുക. അതിന് ഏറ്റവും വലിയ സമയം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ഒരു 100 എണ്ണം എല്ലാ ദിവസവും ചെല്ലണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഇടയത്താഴ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെല്ലുന്നവരെ സ്വർഗീയമാകുന്ന ഉദ്യാനം അല്ലാഹുർക്ക് നൽകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ ശരീരത്തെ നന്നാക്കാൻ വേണ്ടി നിസ്കാരം ഗൗനിക്കണം, ഹൃദയത്തെ നന്നാക്കണം. എങ്ങനെ? ഇപ്പൊ സമയം കഴിഞ്ഞല്ലോ ഉസ്താദ്, ഇനി എങ്ങനെ നന്നാക്കും? ഖുർആൻ ഓതണമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു. ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്ന പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് കറ പിടിക്കും. സഹാബത്ത് ചോദിച്ചു, വമാ ജിലാഉഹ, ഹൃദയത്തിന് തുരുമ്പ് പിടിച്ചാൽ, കറ പിടിച്ചാൽ അതിനെ മാറ്റാനുള്ള മാർഗം എന്താ? ഇരുമ്പിന് തുരുമ്പ് വന്നാൽ മാറ്റാൻ ഞങ്ങൾക്കറിയാം. ഈ ഹൃദയത്തിന് കറ വന്നാല്, ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ അവന്റെ കറുത്ത പുള്ളിയായിട്ട് അവശേഷിക്കുന്ന ഹദീസിലുണ്ടല്ലോ, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ദംബൻ കാനത് നുക്തതൻ സൗദാ. ഒരൊറ്റ തെറ്റ് ചെയ്താൽ തന്നെ ഒരു കറുത്ത പുള്ളിയായിട്ട് ഹൃദയത്തിൽ അവശേഷിക്കുന്നതാണ്. നമ്മളൊക്കെ ചെയ്ത തെറ്റുകൾ എത്രയാ? ഹൃദയം അതുകൊണ്ടാണ് കടുകട്ടിയായിട്ടിരിക്കുക, കറുത്തിരണ്ടിരിക്കാൻ. ആരോടും കരുണയില്ല, എല്ലാവരോടും വിദ്വേഷം, വെറുപ്പ്, വൈര്യം, മനസ്സിനൊരു ലാളിത്യ സ്വഭാവമില്ല, വിനയമില്ല. കാരണം ഹൃദയത്തിൽ അത്രയേറെ കറുപ്പായിരിക്കാണ്. ഇത് റെഡിയാക്കാൻ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 കാര്യങ്ങൾ കൊണ്ട് പറ്റും. ഒന്ന് ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ച് ചിന്തിക്കാം. ഞാൻ മരിക്കും എന്നുള്ള ചിന്ത ഓരോരുത്തർക്കും ഉണ്ടായാൽ ഹൃദയം നന്നാവും, അമലുകൾ റെഡിയാവും, ആരോടും വെറുപ്പുണ്ടാവൂല. നാളെ സുബൈക്ക് മരിക്കാൻ നിൽക്കുന്നവൻ ആരോടാ വിദ്വേഷം? എല്ലാവരോടും പൊരുത്തപ്പെടിക്കും. ഇത് നാളെ മരിക്കുമെന്നുള്ള ചിന്തയില്ലാത്തത് കൊണ്ടാണ് അയൽവാസിയുമായി അരച്ചാണ് വഴിയുടെ വിഷയത്തിൽ ഇപ്പോഴും വഴക്കടിച്ച് നടക്കുന്നത്, ഇപ്പോഴും പ്രയാസം ഉണ്ടാക്കുന്നത്, സ്നേഹമില്ലായ്മ ഉണ്ടാകുന്നത്, മക്കളെ ആട്ടി ഓടിക്കുന്നത്, മാതാപിതാക്കളെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്നത്, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നത്, സ്വന്തം കുടുംബങ്ങളെ അറുകുല നടത്തുന്നത് നാളെയുടെ ലോകത്തെ പറ്റി ഒരു ബോധവും ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. അതില്ലാത്തത് കൊണ്ടാണ്. അതുണ്ടായാൽ ഇതൊക്കെ റെഡിയാകും. ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള സ്മരണ. രണ്ടാമത്തതോ വതിലാവത്തുൽ ഖുർആൻ, ഖുർആനിന്റെ പാരായണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്താൽ ഹൃദയം നന്നാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹൃദയം നന്നായാൽ ശഅബാൻ കൊണ്ട് നമ്മൾ വിജയിച്ചു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ശരീരത്തെ സ്ഫുടം ചെയ്ത് ഹൃദയത്തെ തെളിച്ചിട്ട് വേണം എങ്ങോട്ട് കടക്കാൻ? റമളാനിലേക്ക് കടക്കാൻ. നമ്മൾ ഇത് രണ്ടും ചെയ്തിട്ടില്ലേ, എല്ലാം കൂടി ഒരുമിച്ച് നാളെ തുടങ്ങാനിരിക്കുക. നിസ്കാരം തുടങ്ങണം, ഹൃദയത്തെ തെളിക്കാൻ ഖുർആനോത്തും തുടങ്ങണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് റമളാനിലിട്ട് ഇതും കൂടി അടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ റെഡിയാവണം എന്നർത്ഥം. നേരത്തെ നമ്മൾ റെഡിയാവണം. ഈ ശുചീകരണം നടത്തിയെങ്കിൽ മാത്രമേ റമളാനിലേക്ക് കടന്നിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മുടെ വീട് പരിസരം വൃത്തിയാക്കി, പള്ളിയും റെഡിയാക്കി, സെറ്റാക്കി നേരെ അങ്ങോട്ട് കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. റെഡിയാണെങ്കിൽ ഇതെല്ലാം ക്ലിയർ ആയിരിക്കണം. ബന്ധങ്ങളൊക്കെ പരിപൂർണമായി ചേർക്കണം. ആരെങ്കിലും ഒക്കെ ഇട്ട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ കണ്ട് പൊരുത്തപ്പെടിക്കണം. ഏതെങ്കിലും ഒരാളുമായിട്ട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കാതെ നിങ്ങൾ ദുആയിന്റെ മജ്ലിസിൽ ഇരുന്നാൽ പോലും വല്ലാഹി ആ മജ്ലിസിൽ പോലും കാരുണ്യത്തിന്റെ മലക്കുണ്ടാവൂല. അതാണ് വിഷയം. നിങ്ങൾ 25-ാമിന് വന്നിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ മാമായിട്ട് പിണക്കാണ്, നിങ്ങളുടെ കൊച്ചാപ്പായിട്ട് പിണക്കാണ്, മൂത്താപ്പായിട്ട് പിണക്കാണ്, വാപ്പായിട്ട് പിണക്കാണ്, ഉമ്മായിട്ട് വേണ്ടിയിട്ട് കുറെ നാളായി, സഹോദരിയായിട്ട് പിണങ്ങിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പള്ളിക്കകത്തിരുന്നാൽ ആ ഇരിക്കുന്നതായ സാലിഹീങ്ങളായ പാവപ്പെട്ടവരുടെ ദുആ പോലും അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു ആക്കട്ടെ. കാരണം നീ ഒറ്റയൊരുത്തം കാരണം. ഹദീസിൽ സംഭവം ധാരാളമുണ്ട്, ഇനിയിപ്പോ അതിലേക്ക് പോകുന്നില്ല. നബിതങ്ങൾ എഴുന്നേൽപ്പിച്ചു വിട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേൽപ്പിച്ചു വിട്ടിട്ടുണ്ട് തന്റെ മജ്ലിസിൽ ഇരിക്കുന്നവരെ, ആരെങ്കിലും ഈ സദസ്സിൽ സ്വന്തം കുടുംബത്തോട് പിണക്കം വെച്ചവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണം, ഈ സദസ്സിൽ എഴുന്നേൽക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതേ രീതി തന്നെ സ്വഹാബത്തും ശീലിച്ചിട്ടുണ്ട്. ദുആഇന്റെ മജ്ലിസിൽ, പ്രാർത്ഥനാ സദസ്സിൽ ദുആഇന് ഇജാബത്ത് കിട്ടണമെങ്കിൽ അവര് മാറണമെന്നാ. മാറിയില്ലെങ്കിൽ ബാക്കിയുള്ളവർ കൂടി അദാബാ, ഒന്നും കിട്ടൂല എത്ര ചോദിച്ചാലും. കാരണം കാരുണ്യത്തിന്റെ മലക്കുകൾ ഉണ്ടാവൂല. ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ദുആഇന് എങ്ങനെ ഇജാബത്തുണ്ടാകും സഹോദരങ്ങളെ? കാരണം എല്ലാവരും വാശിപ്പുറത്താണ്. അവൻ ഇങ്ങോട്ട് വന്ന് സലാം പറയട്ടെ, ഞാൻ അങ്ങോട്ട് പോകൂല. അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ അങ്ങോട്ട് പോയി ആദ്യം സലാം പറയാം. കണ്ടാൽ തന്നെ മൈൻഡ് ചെയ്യാതെ നടക്കുന്ന ആളുകളുണ്ട്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി മുസ്തഫ പറയുന്നത്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി മുസ്തഫ പറയുന്നത്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാലും അത് അസ്ഥാനത്തെന്നാണേ തുഹഫയിലുള്ളത്. കാണുമ്പോ തന്നെ അവിടെ അസ്സലാമു അലൈക്കും, ഇതൊന്നുമില്ല, തിരിഞ്ഞു നിൽക്കുക, അവൻ ഇനി ഇങ്ങോട്ട് വന്നിട്ട് അസ്സലാമു അലൈക്കും പറയട്ടെ, നമ്മൾ കാണാത്ത പോലെ നിൽക്കുക. ഇതാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നടക്കുന്നത്. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ അങ്ങോട്ട് പോയിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞ് അങ്ങോട്ട് പോയി സലാം പറയാ. പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ ആദ്യം സലാം പറഞ്ഞുകൊണ്ട് ആ പിണക്കം തീർക്കുന്നവനാരോ അവന് സ്വർഗം വാജിബായി നിർബന്ധമായെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
ഒരാള് സലാം പറയൽ സുന്നത്ത്, മടക്കലോ നിർബന്ധമാണ്. അങ്ങോട്ട് സലാം പറഞ്ഞാൽ പിന്നെ മടക്കി വെക്കണം. വലൈക്കും അസ്സലാം. അതിനൊന്നും മടിച്ചിക്കണ്ട. എത്ര പിണക്കമുള്ള ചിലര് സലാം പറഞ്ഞാൽ ഒരു പിണക്കം ഒന്നുകൂടെ കാണിക്കും. ഇതൊന്നും ഒരു ഗുണമില്ല. ഇതൊക്കെ ദുന്യാവാ സഹോദരങ്ങളെ. ഇതൊക്കെ സെക്കൻഡിനുള്ളിൽ തീരും. നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല. 18 കോടി രൂപ വില വരുന്നതാകുന്ന ഇഞ്ചക്ഷനുകളാണ് ഇവിടെ ഓരോ രോഗത്തിന് വേണ്ടി. ഒറ്റ ഇഞ്ചക്ഷന്റെ വിലയാ പറയുന്നത് 18 കോടി രൂപ. എത്രയോ കുട്ടികൾക്ക് അങ്ങനെ എടുത്തു. ജനങ്ങളെല്ലാവരും കൂടി സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ പിരിച്ച് അവസാനം ആ കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും കുട്ടികൾ മരണപ്പെട്ടു പോയി. 18 കോടി രൂപ ലാപ്സായി പോയി. ആലോചിച്ചു നോക്ക് നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം നൽകാൻ. കോവിഡ് വന്നപ്പോ നമുക്കെന്തായിരുന്നു? വീടിനകത്തളത്തിലിരിക്കുമല്ലേ. ഒരു ചെറിയ പനി കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചപ്പോ കച്ചവടമില്ല, ബിസിനസ് ഇല്ല, പള്ളിയില്ല, പള്ളിക്കാരില്ല, മെഹ്റാബില്ല, മിമ്പറില്ല, ഉസ്താദില്ല, മോദിനില്ല, എല്ലാ സോക്കേടും തീർന്നിട്ടുണ്ട്. നമുക്കിപ്പോ അഹങ്കാരാണ്. വീണ്ടും വീണ്ടും അഹങ്കാരം കൂടുകയാണ്. അന്ന് വളരെ ഐക്യത്തോടു കൂടി ജീവിച്ചവർ ഇന്ന് അനേകമുണ്ടാക്കുന്നു. സമുദായത്തിൽ, മഹല്ലത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു. പരസ്പര സ്നേഹമില്ല, സൗഹാർദ്ദമില്ല, സന്തോഷകരമാകുന്ന ജീവിതമില്ല, കൊടുക്കൽ വാങ്ങലുകളില്ല. മുമ്പുണ്ടായിരുന്നതാകുന്ന സ്നേഹലാളുകൾക്കൊക്കെ കുറവ് വന്നുപോയി. വിദ്വേഷമാണ് മനസ്സിലെപ്പോഴും. പകയുമായി നടക്കണം. എല്ലാവരോടും വെറുപ്പാണ്. ചെറിയ മക്കൾക്ക് തന്നെ വാപ്പ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ ശത്രുക്കൾ, ഇന്ന ആൾക്കാരാ ശത്രുക്കളെന്ന് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക. അവനോട് മിണ്ടല്ല, അവൻ നമ്മുടെ ശത്രുവാണ്. ഇവനോട് മിണ്ടല്ല, അവൻ നമ്മുടെ ശത്രുവാണ്. ഇല്ല കൊച്ചാപ്പുണ്ട്, അവൻ നമ്മളെ കണ്ടെടുത്ത കണ്ടുവിടും. അവൻ അങ്ങനെ പണ്ട് ചെയ്തതാണ്. പണ്ടത്തെ കാര്യം മുഴുവൻ പറഞ്ഞ് മക്കളെ വടക്കാക്കി വെക്കുക. ഇവരുടെ ഹൃദയത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ വെറുപ്പും വിദ്വേഷവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതല്ലേ പുതിയ തലമുറ സമ്മാനിക്കുന്നത്. അതുകൊണ്ടല്ലേ മക്കളൊക്കെ പിഴച്ചു പോകുന്നത്. ദുനിയാവിന്റെ ആളുകളായി പോവാണ്. കള്ള് കുടിക്കുന്ന ചെറുപ്പക്കാർ അധികരിക്കാൻ. 5 മിനിറ്റ് കൊണ്ട് ചുരുക്കാൻ. 52.36 കോടി രൂപയാണ് കഴിഞ്ഞ ഒരു വർഷം ലഹരി മുക്തമാകുന്ന ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഡി അഡിക്ഷൻ സെന്ററുകൾ ചെലവഴിച്ചത് സർക്കാർ. 52.36 കോടി രൂപ. 12,364 പേരാണ് അവിടെ പഠിതാക്കളായി ചേർന്നത്. ഇതൊന്ന് മാറ്റാൻ വേണ്ടി, ലഹരി മുക്ത ജീവിതം നയിക്കാൻ വേണ്ടി ലഹരിയുള്ള ആളുകൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എത്ര പേർ? 12,364 പേര്. എന്നിട്ട് എത്ര പേർക്ക് മാറി? അതിന് കണക്കില്ല. സർക്കാർ പറയുന്നു, എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു, 10,000-ലധികം വിദ്യാർത്ഥികളും അല്ലാത്തവരുമുണ്ട് സിന്തറ്റിക് ലഹരിയുടെ വാഹകരായിരുന്നു. സിന്തറ്റിക് ലഹരി എന്ന് പറഞ്ഞാൽ രാസലഹരി, MDMA, LSD പോലെയുള്ളതാകുന്ന മാരകമാകുന്ന രാസലഹരികൾ ഉപയോഗിക്കുന്നവർ. കള്ളൊക്കെ പോയി സഹോദരങ്ങൾ, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്. കള്ളു കുടിക്കുന്ന പരിപാടിയൊക്കെ പോയി. ഇപ്പൊ കുട്ടികൾ സിറിഞ്ചടിക്കുക, ഇതൊക്കെ ഇങ്ങനത്തെ പരിപാടിയാണ്. MDMA, നാക്കിനടിയിലേക്ക് ചെറിയ പഞ്ചസാര തരി പോലെയുള്ള സാധനം വെച്ചാൽ മതി. 16 മണിക്കൂർ വരെ അതിന്റെ ഉന്മാദം നിൽക്കും. ആ ലഹരിയുടെ രസാനുഭൂതി നിൽക്കും. 48 മണിക്കൂറിനുള്ളിൽ അവന്റെ രക്തത്തിലേക്ക് അത് അലിഞ്ഞിട്ട് അവൻ അതിന് അഡിക്റ്റായി മാറും. 48 മണിക്കൂറിനുള്ളിൽ ഈ സാധനം വീണ്ടും കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എന്തും ചെയ്യും, ആരെയും ചെയ്യും. സ്വന്തം വാപ്പായെ തല്ലിക്കൊല്ലും, ഉമ്മായ വേണമെങ്കിൽ എടുത്തിട്ട് അലക്കും, എന്തും ചെയ്യും. ഇപ്പോഴും ആ ചെറുപ്പക്കാരൻ ചോദിച്ചു വന്നത് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ടില്ലേ, ആ തള്ള ചത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. നരിച്ചു നോക്ക്, ആ തള്ള അവര് പറയുന്നത് ഞാൻ കട്ടിൽ നിന്ന് വീണതാണ്. ഭർത്താവ് വന്നിട്ട് ചോദിക്കുന്നു, ഷെമി നിനക്കെന്ത് പറ്റി? അപ്പോഴും പറയുന്നു, ഞാൻ കട്ടിൽ നിന്ന് വീണതാണ്. കാരണം എന്റെ ഭർത്താവ് പോലും അറിയരുത് എന്റെ മകന്റെ ഇത്തരത്തിലുള്ള ദുസ്വഭാവം എന്ന് ആ ഉമ്മ ലോകത്തോട് വിളിച്ചോതാണ്. ഒരു ഭാഗത്ത് ഉമ്മയുടേതാകുന്ന സ്നേഹവാത്സല്യം ഇതെല്ലാ ഉമ്മമാർക്കും ഉണ്ട്. ഇവിടെ ഇരിക്കുന്നതാകുന്ന ഉമ്മമാര്, ചുളിമാനൂരുള്ള ഉമ്മമാരൊന്നും ഇതിൽ വ്യത്യസ്തമല്ല. വാപ്പയെ എപ്പോഴും തല്ലാൻ പിടിക്കുമ്പോഴും മക്കളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് തന്റെ ചിറകിനടിയിൽ തള്ളക്കോഴി കുഞ്ഞിനെ പിടിച്ചു വെക്കുന്നത് പോലെ ഉമ്മമാരാണ് എപ്പോഴും സംരക്ഷണം കൊടുക്കുക. പക്ഷെ ഈ സംരക്ഷണം ചില സമയങ്ങളിൽ നിങ്ങൾക്കെതിരാകും. ഈ ഉമ്മ അറിയുന്നില്ല, അവരിനി പുറത്തിറങ്ങിയിട്ട് അവരുടെ അസുഖമൊക്കെ മാറിയിട്ട് വരുമ്പോ പറയാണ്, നിങ്ങളുടെ ഇളയ മകനെ തല്ലിക്കൊന്നു ഇവൻ എന്ന് പറയുമ്പോൾ അവസ്ഥ. അതുപോലെ ഭർത്താവിന്റെ ഉമ്മയെ കൊന്നു, പ്രായം ചെന്നതാകുന്ന 190 വയസ്സുള്ളതാകുന്ന ഉമ്മ, അവരെ കൊന്നു. ജ്യേഷ്ഠനെ കൊന്നു, അതുപോലെ തന്നെ അവരുടേതാകുന്ന ഭാര്യയെ കൊന്നു. ഇതൊക്കെ നികൃഷ്ടമായ രീതിയിൽ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ അവരുടെ അപ്പോഴത്തെ അവസ്ഥ എന്താ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അവിടെ ഞാൻ പറഞ്ഞ ലാളന കൂടാൻ പാടില്ല. നമ്മളിത് മക്കൾക്ക് ദീനില്ല, നിസ്കാരമില്ല, ഇബാദത്തില്ല, ഇതൊന്നും കൊടുക്കുന്നില്ല. ആകെ നമ്മൾ റമദാനിൽ മക്കളോട് പള്ളി പോകണമെന്ന് പറയുന്നത് എപ്പോഴാണ്? 17 രാവിനും 27. ഇല്ലെങ്കിൽ പള്ളിയിൽ എപ്പോഴെങ്കിലും വല്ല പൊതി ഉണ്ടെന്ന് അറിയണം. അപ്പടാ യൂനിസാജിയുടെ പൊതിയുണ്ട്, പള്ളി പോണം കേട്ടോ, ആരുസ്കരിക്കുക. കാരണം ഇവന്റെ പൊതി കിട്ടിയിടണം അപ്പച്ചമ്പി കയറ്റി ആവിയാക്കി അപ്പാക്ക് 3 നേരം കൂടെ അടിക്കുക. അതാണ് ഇനി ഇവനെ പറഞ്ഞു വിടുക. 17 രാവിനും 27 ഇവനെ എങ്ങനെങ്കിലും പള്ളി പറഞ്ഞു പറയും. പള്ളി പറച്ചിലാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു ഈമാനും തക്കുവേ. പാപ്പ പള്ളി പോകുമ്പോ കൂടെ മകനെ കൂടി കൂട്ട്. ഉമ്മ തറാവീഹ് നിസ്കരിക്കുമ്പോ മകളെ കൂടി ചേർത്ത് നിസ്കരിക്ക്. അവ്വല് വക്കത്തിൽ നിസ്കരിക്ക്. എത്ര റാഹത്തുണ്ട്.
എത്ര റാഹത്തുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കുക, നിങ്ങള് മക്കളുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തുക. അയ്യുഹല്ലദീന ആമനൂ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ശത്രുക്കളായേക്കാം, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കുള്ള ശത്രുക്കളാകാമെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഫഹദറൂഹും, അവരുടെ വിഷയത്തിൽ നിങ്ങൾ ജാഗ്രത പുലർത്തണേ, അവരുടെ ഒന്ന് ഗൗരവമായി ശ്രദ്ധിക്കണേ. മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്, എത്ര മണിക്കാണ് പോകുന്നത്, ഏത് ക്ലാസ്സിലേക്കാണ് പോകുന്നത്, എവിടേക്കാണ് വരുന്നത്?